ഹലോ ഡിയേഴ്സ്, എത്ര പെട്ടെന്നാലേ ഓരോ ദിവസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പം ഈ വർഷത്തെ അധ്യയന വർഷവും അങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ സ്കൂളൊക്കെ അടച്ചപ്പോൾ നേരെ നാട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാലത്തേക്ക് ബാംഗ്ലൂരിന് വിട പറഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് പോവുക കേട്ടോ. നാട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ അല്ലേ. വരുന്ന വഴിക്ക് ഇവന്മാർ ഭയങ്കര കളിയായിരുന്നുണ്ട്, ബസ്സിൽ നിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും കേട്ടോ. വരുന്ന വഴിക്ക് നമ്മളൊരു കാഴ്ച കണ്ടേ. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? കണ്ടോ ഗൈസ്, ഇതാണ് രാജാവിൻ്റെ കൊട്ടാരം. രാജാവിൻ്റെ കൊട്ടാരം ഒന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ ബാംഗ്ലൂരുള്ളൊരു സ്ഥലം കേട്ടോ. അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. രാജാവ് കുതിരേൻ്റെ മേലെ കയറിയിരിക്കണു. രണ്ടെണ്ണം ഉണ്ട്. ഇത്രയുള്ളൂ ഗൈസ്. ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. പുള്ളി പറയുന്നത് BR അംബേദ്കറാണ്. അംബേദ്കർ ഒന്നല്ല കേട്ടോ, കെമ്പരാജഗൗഡ ഒരു രാജാവായിരുന്നു പണ്ടത്തെ. അയാളുടെ സ്റ്റാച്യു ഒക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ട്രാഫിക് ആയതുകൊണ്ട് വണ്ടി കുറച്ച് നേരം അവിടെ നമ്മൾ സ്റ്റക്കായിട്ടോ വണ്ടിയിലിരുന്നിട്ട്. അപ്പോൾ എന്തായാലും ഈ സ്ഥലം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, കണ്ടിട്ടുള്ളവർ പോയിട്ടുള്ളവരെല്ലാം പറയണേ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോണ വഴിക്ക് കണ്ടതാട്ടോ, നമ്മുടെ മജസ്റ്റിക്കിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആടിയും പാടിയും വർത്താനെല്ലാം പറഞ്ഞ് നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടോ. ഈ കുഞ്ഞു ബ്ലോഗർ പറയണ കേൾക്കണേ. അപ്പം നമ്മുടെ കൊച്ചുണ്ണി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തായാലും നമ്മളങ്ങനെ മജസ്റ്റിക്കിൽ വന്നു കേട്ടോ. മജസ്റ്റിക് ബസ് സ്റ്റാൻഡാണ്. ഈ മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 18 ഏക്കർ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്താ, ഇവിടെ നിന്ന് നമുക്ക് ഇനി സാറ്റലൈറ്റിലോട്ട് പോകണം. അപ്പോൾ നമുക്കിവിടെ സിറ്റി ബസ് ഉണ്ട് കേട്ടോ. നമുക്കിനി വേറൊരു ബസ് മാറി കയറിയിട്ട് വേണം നമ്മൾ ആ ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ കേട്ടോ. പണ്ട് ഇതെല്ലാം ഒന്നിച്ചായിരുന്നു. ഇപ്പോൾ നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് എല്ലാം മാറ്റിയിട്ടുണ്ട്. തമിഴ്നാട്, മൈസൂർ വണ്ടിയെല്ലാം വരുന്ന സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒരു ബസ്സിൽ പോകണം കേട്ടോ. അവിടെ ചെന്നപാട് ഇവർക്ക് പിന്നെ കട കാണുമ്പോൾ എപ്പോഴും ഉള്ള പോലെ വിശപ്പ് ദാഹങ്ങളെല്ലാം വരുമല്ലോ. അപ്പോൾ മിഠായി മേടിപ്പിച്ചു. പിന്നെന്താ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അങ്ങനെയൊക്കെ അവർ അവിടെ ജ്യൂസൊക്കെ മേടിപ്പിച്ച് എല്ലാം കഴിച്ച് ഇരുന്നപ്പോഴാണ് ഒരു കൂട്ടുകാരിനെ കിട്ടിയത് കേട്ടോ. കുഞ്ഞുണ്ണിക്ക് ആ കൂട്ടുകാരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ഭയങ്കര കളിയാട്ടോ. ഏതോ ഒരു തമിഴൻ കൊച്ചാണ് അതിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. തുമ്മൻ കുറച്ച് നേരമൊക്കെ മാറിയിരുന്നു കേട്ടോ. പിന്നെ തുമ്മനെ അവരുടെ കൂടെ കളിക്കാൻ കൂടിയിട്ടോ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഒരു 9:30 ഒക്കെ ആയപ്പം 9:30 കഴിഞ്ഞു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ എത്തി. അത് കഴിഞ്ഞ് അവിടെ ഇത്രയും സമയമുള്ള 11 മണിക്ക് ബസ്. അപ്പോൾ അത്രയും സമയമുണ്ട്. അത്രയും സമയം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചുണ്ണീൻ്റെ പരിപാടിയാണ്. പോയിട്ട് ഓരോരോ മിഠായി ഓരോ പ്രാവശ്യം ആകുമ്പോൾ കണ്ടുവെക്കും. എന്നിട്ട് ഇതെല്ലാം ചെവി വന്ന് പറയും അത് വേണം ഇത് വേണം. അങ്ങനെ എന്നെ കുടമിഠായി മേടിപ്പിച്ചു. എന്നിട്ട് പിന്നെ കുറേ നേരം പരിശ്രമിച്ചു, പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ തുറന്നു കൊടുത്തു കേട്ടോ. അത് വലിച്ചു തുറന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ പാരച്ചൂട്ട് പോലത്തെ വേറൊരു സാധനം. അപ്പോൾ ഇത് പാക്കിങ് തന്നെ നമുക്ക് നല്ലൊരു പൈസയ്ക്കുള്ളത് അതുണ്ട് കേട്ടോ. കാരണം അതുപോലെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പം 20 രൂപയായിരുന്നു. 20 രൂപ ഫുള്ളും പാക്കിങ്ങിന് കൊടുത്തു എന്ന് പറയാം. പിന്നെ എന്താ, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചോക്ലേറ്റും കോൺ ഐസ്ക്രീമിൻ്റെ സാധനത്തിനുള്ളിൽ കുറേ ചോക്ലേറ്റ് വെച്ചേക്കുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. നമ്മളൊക്കെ ഉള്ള സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. കുറച്ച് നാരങ്ങ മിഠായി, തേൻ മിഠായി, പമ്പരം മിഠായി, അങ്ങനെയൊക്കെ. അതിലപ്പുറം നമ്മൾ മിഠായി കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല, തിന്നിട്ടുമില്ല. അന്നത്തെ മക്കൾക്ക് ഇതേമേ കിൻഡർ ജോയി, കുടമിഠായി, എന്തെല്ലാം സാധനങ്ങളാണ്. ബോള് മിഠായി, ജെല്ലി മിഠായി. ഇതിനൊക്കെ വാങ്ങാൻ ചെന്നാലോ പൊള്ളുന്ന വിലയും എല്ലാം മക്കളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നിനെ ഉണ്ടാക്കി വെച്ചേക്കുക. എന്തായാലും വാങ്ങിക്കൊടുത്തല്ലേ പറ്റൂ. അമ്മേന്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ ആ ബസ്സിൽ കഴിച്ചു കൂട്ടിയിട്ടോ. നമുക്കവിടെ ഫോറസ്റ്റിൽ നമ്മൾ കടത്തി വിടത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് വണ്ടി ഇവിടെ കുറച്ച് നേരം കിടന്നു. അപ്പോൾ അന്നേരമാണ് ഞാൻ കിടന്നുറങ്ങണത്. ചെറുതെൻ്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ നേരം വെളുത്ത് നമ്മൾ ഫോറസ്റ്റിലൂടെ യാത്രയാട്ടോ ഇത്. അപ്പോൾ എല്ലാം നല്ല മഞ്ഞിൽ മൂടി നിൽക്കുക. നമ്മുടെ നാടെത്തി കഴിയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ കണ്ണിൻ്റെ ഒരു കുളിർമയും ഒരു സന്തോഷമൊക്കെ കേട്ടോ. ഈ അമ്പലം അറിയോ? അപ്പം ഇവിടെ പോയിട്ടുള്ളവരൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ഫോറസ്റ്റൊക്കെ. അപ്പോൾ നാടി വന്ന സന്തോഷം വേറെ ഒന്ന്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപാട് ഞങ്ങളെ വരവേൽക്കാൻ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ.
ഇതാ ഇവൻ കിങ്ങിണിപ്പൂച്ച നമ്മുടെ തുമ്മനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം മക്കൾ അതിനൂടെ കളിച്ചു കേട്ടോ. പിന്നെ നമ്മൾ രാത്രി മുഴുവൻ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വന്നതല്ലേ, അങ്ങനെയുള്ള പൂച്ചനെയൊക്കെ വിട്ട് വീട്ടിൽ വന്ന് കുറച്ച് ഫ്രഷായി ഭക്ഷണമെല്ലാം കഴിച്ച് അങ്ങനത്തെ ദിവസം അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്നു. ബട്ട് ഉറങ്ങിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഉറങ്ങാതൊക്കെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ദിവസം പോയി കിട്ടിയിട്ടോ. ഞങ്ങളിവിടെ എൻ്റെ വീട്ടിലെത്തിയ വീഡിയോ. ഈ കുരുപ്പിൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയാലുള്ള അവസ്ഥയാട്ടോ ഇത്. എപ്പോൾ നോക്കിയാലും വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും തന്നെയാട്ടോ അവൻ്റെ പരിപാടി. അമ്മേനെ കണ്ട് പഠിച്ചതാണെന്നുള്ള കമൻറ്റ് ഞാൻ ഇവിടെ നിരോധിച്ചതായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പിള്ളേർക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. മുറ്റത്തോടെ ഓടിക്കളിക്കൽ, ചാടിക്കളിക്കൽ, തുള്ളിക്കളിക്കൽ ഇതൊക്കെ തന്നെ കേട്ടോ. മഴയെന്നില്ല, മഞ്ഞെന്നില്ല, വെയിലെന്നില്ല, അവരുടെ കളി ഇങ്ങനെ തകൃതിയായിട്ട് നടക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോ തമാശകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാനും മറക്കരുതേ. അപ്പോൾ ഫോളോ ചെയ്യുക കേട്ടോ. ബൈ ബൈ. അപ്പോൾ ഇനി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി ഇവിടെ വീണതാട്ടോ. അവർ രണ്ടുപേരും എന്താ പൂ എറിഞ്ഞ് കളിക്കുന്ന പോലെ കളിച്ചതാണ്. ബട്ട് പാവം കുഞ്ഞുണ്ണി അടിതെറ്റി ആനയും വീഴുമല്ലോ, അടിതെറ്റി ഒന്ന് വീണു. അതിനുള്ള തുമ്മൻ്റെ ചിരിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. എണീന്തേ പറ്റിയോടാ? എന്തേ പറ്റിയോ?